सांसों में बसा ये सिलसिले हो जाने दे जरा ഋഷിദേവിന് ഒരുപാട് സന്തോഷമായി. അതിനേക്കാൾ സന്തോഷം വിഷ്ണുദത്തനായിരുന്നു. ഋഷി കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയതും വിഷ്ണുദത്തൻ ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഋഷി, നിന്നെനിക്ക് നഷ്ടമായെന്ന് ഞാൻ കരുതി. ഞാനും. ദിവസങ്ങൾ കടന്നുപോയി. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ശിവരാത്രി ദിവസം, ഇന്ന് ഇന്ദുലേഖയുടെ 18ാം പിറന്നാളാണ്. അതിൻ്റെ ആഘോഷം നാടെങ്ങും നടന്നു. രാജകുമാരിയുടെ പിറന്നാൾ ശിവരാത്രിയുടെ പൊലിമയും കൊണ്ട് ആ നാട് സന്തോഷത്തിൽ നമുക്ക് ലാഭം ഒരാൾ മാത്രം ആ സന്തോഷത്തിൽ പങ്കുചേരാവുന്നുള്ളൂ. അത് മറ്റാരുമല്ല, നമ്മുടെ ഇന്ദുലേഖ. എന്താണെന്നല്ലേ നോക്കാം. കൊട്ടാരത്തിൽ എല്ലാവരും അവരുടെ ആനന്ദത്തിൽ മതിമറന്നു നിൽക്കുമ്പോൾ ഇന്ദു മാത്രം ആരെയോ തേടിക്കൊണ്ടിരുന്നു. കൊട്ടാരത്തിലെ തിരക്കുകൾക്കിടയിൽ ഒരാളെ മാത്രം അവളുടെ കണ്ണുകൾ തേടിക്കൊണ്ടിരുന്നു. പിറന്നാൾ സമ്മാനമായി പല പാരിതോഷികങ്ങളും സ്വർണ്ണവും വൈഢൂര്യവും എല്ലാം കാഴ്ചവെക്കുമ്പോഴും അവൾ അതിലൊന്നും സംതൃപ്തിയാവാതെ യാത്രയും. ഇന്ദുലേഖ അന്തപുരത്തെ ബാൽക്കണിയിൽ തനിച്ചിരിക്കുകയായിരുന്നു. അവൾ എന്തോ ദീർഘമായ ആലോചനയായിരുന്നു. പെട്ടെന്ന് അനക്കം കേട്ട് അവന് എന്നോടാണ് ചോദ്യം. അതെ, നിങ്ങൾ തന്നെ ചോദിച്ചത്. എനിക്കിവിടെ വരാൻ ആരുടെ അനുമതി വേണ്ടത് മതി. ഓഹോ, അഹങ്കാരമാണ്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? അറിയാം. രാജകുമാരിയുടെ അന്തരീക്ഷം എല്ലാവരും കുറിച്ചെന്ന് ഈ എളിയവനെ രാജാവിന്റെ മുന്നിൽ എത്തിക്കും. കൊട്ടാരത്തിൽ അതിക്രമം കഴിയുന്ന രാജാവിന് തുള്ളിലടക്കപ്പെട്ട ഈ ഭാവ നാട് വിളിച്ചത് സ്വന്തം കാമിക കാരണം തുള്ളിലടക്കപ്പെട്ട വേദന ചങ്ക പൊട്ടുമായിരിക്കും. വാക്കുകൾ കൊണ്ട് മനസ്സിൽ കീഴ്പ്പെടുത്താൻ നിൽക്കണമല്ലേ? പക്ഷേ അത് ഇന്ദുവിന്റെ വിലപ്പോകിലും കൂടെ മനസ്സിലാക്കും. ഓ, അപ്പോ ആ മനസ്സ് കീഴ്പ്പെടുത്താൻ ഈ എളിയവൻ എന്ത് ചെയ്യണം? എന്തൊക്കെ ചെയ്യും? ആ കൃഷ്ണ നക്ഷത്രങ്ങളെ മുഴുവൻ ഈ കാൽപാദങ്ങളിൽ നൈവേദ്യമായി സമർപ്പിക്കണം. അതോ ആഴിയിലെ മുത്തും പഴവും വാരിയെടുത്ത് കോർത്ത് മാലയാക്കി ചാത്തണം. അതുമല്ല, ഈ ഭൂമിയിലെ മുഴുവൻ പുഷ്പങ്ങളെ സൗരഭ്യമുള്ളെടുത്ത് ചാലിച്ച് സുഖം ദ്രവ്യമാക്കി മേലിൽ പൂഷണം. വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് വേണ്ടപ്പെട്ട ദിവസമായിട്ട് ഒരു വട്ടം കൂടി എന്റെ കൺമുന്നിൽ വരാൻ പറ്റാത്ത ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാട്ടി കൊണ്ടുവരാൻ പോകുന്നത്. ഇനി കണ്ടു പറഞ്ഞേ, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഞാൻ അവിടെ പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ നോക്ക്, അവിടെ നിന്ന് ഇട്ട് തന്നാൽ ഒരുപാട് സന്തോഷമാവും. ഇതിന് എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. എന്തിനാ നന്ദി? ഇത് ഞാൻ കുമാരി കടന്നൊന്നുമല്ല. ഞാനിത് കുമാരി സൂക്ഷിക്കാൻ ഇരിക്കുന്നത്. ഇത് എൻ്റെ ഹൃദയമുണ്ട്. ഇതിൽ ഞാൻ എൻ്റെ പേര് അലഹ്യം അത് പെട്ടെന്ന് കാണാൻ കഴിയില്ല. സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ കഴിയും. പെട്ടെന്ന് കാണാൻ സാധിച്ചാൽ കുമാരിക്ക് പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അതുപോലെ ഞാനിത് തന്നതിന് നന്ദി വേണ്ടെന്നേ പറഞ്ഞോളൂ. മറ്റെന്തെങ്കിലും തരണമെങ്കിൽ ആവാം. മറ്റെന്തെങ്കിലും കുമാരിക്ക് ഉടനെ തരാൻ കഴിയുന്നത്. ദയവ് ചെയ്ത് ദേവി കഞ്ഞാലും. പിന്നെ ദേവിക്ക് മനസ്സ് പറഞ്ഞതിന് മുന്നേ വേണ്ടേ? അവൾ കള്ളച്ചിരിയോടെ അവനടുത്തേക്ക് ചെന്നു. അല്ല കുമാരി, അപ്പോ എന്തായിരിക്കും ഋഷി ഇങ്ങോട്ട് വരാതിരുന്നത്? ഇനിയിപ്പോ കുമാരിയുടെ പിറന്നാളെങ്ങാനും മറന്നിട്ടുണ്ടായിരിക്കോ? അങ്ങനെയൊന്നും മറക്കില്ല. പിന്നെ ഇതുവരെയായിട്ടും കണ്ടില്ലല്ലോ. സാധാരണ ഋഷി ആയിരിക്കില്ലേ കുമാരിക്ക് ആദ്യം സമ്മാനം തരാറ്. ഇന്നാ പതിവ് തെറ്റിയില്ലേ? ആര് പറഞ്ഞു പതിവ് തെറ്റിയെന്ന്? അപ്പോ ഋഷി വന്നോ? അങ്ങനെയല്ല. തോഴിക്ക് ഉറക്കം വരുന്നില്ലേ? പോയി ഇറങ്ങിക്കോളൂ. എനിക്ക് നല്ല ക്ഷീണം. ഞാനൊന്ന് ഉറങ്ങട്ടെ. കുമാരിക്ക് നല്ല ക്ഷീണം കാണും. എനിക്കത് മനസ്സിലായി. തോഴി എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഞാനൊന്നും പറഞ്ഞില്ല. കുമാരി ഇറങ്ങിക്കോളൂ. ഒരു കള്ളച്ചിരിയോടെ പാർവതി അവിടെ നിന്ന് പോയി. ഇപ്പൊ എല്ലാം കയ്യിന്ന് പോയനെ. ഋഷികേശ് വന്നോ? ഇന്നലെ ഇവിടെയെങ്കിലും കണ്ടില്ല. അത് പ്രഭോ, അച്ഛൻ വൈദ്യനില്ലാത്തത് കാരണം ഞാനൊരല്പം തിരക്കിലായിപ്പോയി. എന്നോട് ക്ഷമിച്ചാലും പ്രഭു. അതെയോ ഋഷി, നാം അറിഞ്ഞില്ല. നിന്റെ ഉത്തരവാദിത്വ ബോധത്തിൽ നാം എപ്പോഴും സന്തുഷ്ടനാണ്. നന്ദി പ്രഭു. എന്നോട് ക്ഷമിച്ചാലും കുമാരിയുടെ വേണ്ടപ്പെട്ട ഒരു സുദിനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. കുമാരി എന്നോട് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഋഷി പങ്കെടുക്കാത്തതിൽ നമുക്ക് ചെറിയ നീരസമുണ്ട്. എന്നിരുന്നാലും ഋഷിയുടെ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഇത് ആവർത്തിക്കാതിരുന്നാൽ മതി. തീർച്ചയായും കുമാരി, ഇനി ഞാൻ ശ്രദ്ധിക്കാം. നല്ലത്. ഇവരുടെ ഈ കഥകളിയാട്ടം വിഷ്ണുദത്തന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മന്ത്രികുമാര, താങ്കളുടെ ആയോധനാഭ്യാസം കഴിഞ്ഞോ?
അത് പുരോഗമിക്കുന്നുണ്ട് പ്രഭു. ഇന്ന് ഞാൻ നമ്മുടെ ഋഷിയുമായി ചേർന്ന് ആയുധം അഭ്യസിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നല്ല കാര്യം, നന്ദി പ്രഭു. വിഷ്ണുദത്തൻ ഋഷിയുമായി പുറത്തേക്ക് വന്നു. ഋഷിദേവ് ഒന്നിങ്ങ് വന്നേ. എന്തായിരുന്നു അവിടെ ഒരു കഥകളി? എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? സത്യം പറയേ, നീ ഇന്നലെ കുമാരി കണ്ടേയില്ല. അതല്ലേ ഞാൻ കുമാരിയോട് ക്ഷമ ചോദിച്ചേ. നിന്റെ ഈ നാടകം എന്നോട് വേണ്ട. സത്യം പറ, നീ ഇന്നലെ കുമാരി കണ്ടേയില്ല. കണ്ടു. ആഹാ, അങ്ങനെ വഴിക്കുക. ഇനി പറ, നീ എപ്പോഴാ കണ്ടേ? രാത്രി. രാത്രിയോ? എന്നിട്ട് അല്ല, നീ എപ്പോഴാ രാത്രി പോയേ? നീ ഇന്നലെ മുഴുവൻ എൻ്റെ അടുത്തായിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് അർദ്ധരാത്രി ആയപ്പോ. കള്ള വൈദ്യരെ, നീ അതിനിടയ്ക്ക് കല ഉടച്ചല്ലേ? അല്ല, രാജകുമാരുടെ അരമനയിൽ നിനക്കാരാ അനുവാദം തന്നത്? കുമാരിയോ? കള്ള തെമ്മാടി, നീ പോയപ്പോ എന്നെ കൂടെ വിളിക്കായിരുന്നില്ലേ? എന്തിനാന്നോ? നീ എന്തിനാ പോയത്? കുമാരിയെ കാണാൻ. അപ്പൊ എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ? എന്തിന്? കുമാരിയുടെ തോഴിയെ കാണാൻ. ഞാൻ മറന്നുപോയി. നീ മറക്കും. ഒരു കാമുകന്റെ മനസ്സിന്റെ വിങ്ങൽ മറ്റൊരു കാമുകൻ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ പാർവതി കണ്ടിട്ട് എത്ര നാളായെന്നറിയോ? എന്നോട് ക്ഷമിക്കും മന്ത്രികുമാരാ. നിന്റെ ഈ അപ്പായി പോലുള്ള മുഖം വച്ചിട്ടുള്ള ഈ നാടകം ഉണ്ടല്ലോ, അതാദ്യം അവസാനിപ്പിക്കും. വാ, നമുക്ക് വാൾപ്പയറ്റിന് പോകാം. വാ, പോകാം. തുടക്കക്കാരനാണെങ്കിലും ഋഷിക്ക് വാൾപ്പയറ്റ് നന്നായി വഴങ്ങുന്നുണ്ട് അല്ലേ കുമാരി? കുമാരി, എന്തുപറ്റി? ഒന്നും പറ്റിയില്ല. ഋഷിക്ക് വാൾപ്പയറ്റ് നന്നായി വഴങ്ങുന്നുണ്ടെന്ന് പറഞ്ഞതാ. അത് ശരിയാ, എനിക്കും തോന്നി. എനിക്കും ആയുധം അഭ്യസിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, കുമാരിക്കാരുടെ അനുവാദം ആവശ്യമില്ലല്ലോ. അവൾ മന്ത്രികുമാരന്റെ അടുത്തേക്ക് ചെന്നു. വിഷ്ണു. എന്താ കുമാരി? എനിക്കും ആയുധ പരിശീലനം ചെയ്യണമെന്നുണ്ട്. അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ. അയ്യോ, അതിനെന്താ കുമാരി, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കുമാരി വന്നാലും ഞാൻ പഠിപ്പിച്ചു തരാം. കള്ളപ്പെടുവോ? അവരുടെ ആയുധ പരിശീലനം പാർവതിക്ക് ഋഷിക്കും വൈക്ലഭ്യം ഉണ്ടാക്കിയെങ്കിലും മറ്റൊരാൾ ഇത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. വിഷ്ണുദത്തൻ്റെ പിതാവായ കൊട്ടാരം മന്ത്രി. അദ്ദേഹം എന്തോ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. കുമാരിയും ഋഷിയും മനസ്സുകൾ തമ്മിൽ എത്രത്തോളം അടുക്കാമോ അത്രത്തോളം അടുത്തുകൊണ്ടേയിരുന്നു. ഋഷിക്ക് കുമാരിയെ വന്ന് കാണാൻ കിട്ടുന്ന സാഹചര്യങ്ങളും കുമാരിക്ക് ഋഷിയെ ചെന്ന് കാണാനുള്ള സാഹചര്യങ്ങളും അവർ രണ്ടുപേരും പാഴാക്കിയില്ല. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി കുമാരിക്ക് ഋഷിയെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിൽ നേരിയ വിഷമം കുമാരിക്കും ഉണ്ടായിരുന്നു. ഈ കുമാരിയിലുണ്ടായ മാറ്റം നമ്മുടെ രാജാവിന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാജാവ് അതിൽ അസ്വസ്ഥനായിരുന്നു. മന്ത്രി. എന്താണ് പ്രഭു? എനിക്ക് മന്ത്രിയോട് പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കണമായിരുന്നു. എന്താണെന്ന് പറഞ്ഞോളൂ പ്രഭു. നമ്മുടെ കുമാരിയെക്കുറിച്ചാണ്. അവൾ 2 ദിവസമായി വളരെ വിഷണ്ണയെ ഞാൻ കാണപ്പെടുന്നു. പഴയ ഉത്സാഹം അവൾ നഷ്ടപ്പെട്ടതുപോലെ. മന്ത്രി ഇത് ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല പ്രഭു, കുമാരിക്ക് അങ്ങനെ എന്തെങ്കിലും വിവശത ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. കുമാരി സന്തോഷവതിയാണ്, പ്രത്യേകിച്ച് വിഷ്ണുദത്തൻ കൂടെയുള്ളപ്പോൾ. വിഷ്ണുദത്തൻ എപ്പോഴും കുമാരിയുടെ അരികിൽ തന്നെ ഉണ്ടല്ലോ. അവനെപ്പോഴും കുമാരിയുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണ് പ്രഭു. അതേപോലെ തന്നെ കുമാരിക്കും വിഷ്ണുവിന് വലിയ പ്രിയമാണ്. അത് നമുക്കും അറിയാം മന്ത്രി. എന്നാലും അവൾക്കെന്തോ വിഷമം ഉള്ളതുപോലെ. അവൾ വീണ്ടും പഴയതുപോലെ ആയി പോകുമോ എന്നൊരു ഭയം എനിക്ക് വല്ലാതെ ഉണ്ട്. അതിനെന്തോ മറുപടി പറയാൻ മന്ത്രി ഒരുങ്ങിയതും തോഴി ഓടി വന്നു. എന്ത്? കുമാരിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് മഹേന്ദ്രവർമ്മ കുമാരിയുടെ അടുത്തേക്ക് പാഞ്ഞു. മോളെ ഇന്ദു, നിനക്ക് എന്താ പറ്റിയത്? മന്ത്രി, നമ്മുടെ മകൾ വീണ്ടും പഴയതുപോലെ മേഘത്തിൽ ആണ്ടുപോയോ? അങ്ങനെ പറയരുത് പ്രഭു. വൈദ്യം വന്ന് പരിശോധിക്കട്ടെ ആദ്യം. കുറച്ച് സമയങ്ങൾക്കകം കൊട്ടാരം വൈദ്യൻ കുമാരിയെ പരിശോധിച്ചു. പ്രഭു, നാം കുമാരിയിൽ ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ.
പിന്നെ എന്ത് സംഭവിച്ചതാണ്? എവിടെ നമ്മുടെ വൈദ്യശ്രേഷ്ഠൻ വസിഷ്ഠൻ? പ്രഭോ, വസിഷ്ഠൻ ഇതുവരെയും തിരികെ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഋഷി മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. എങ്കിൽ ഋഷിയെ വിളിക്കൂ വേഗം. ഋഷി ഉടനെ അന്തപുരത്തിലേക്ക് എത്തി. എന്തു പറ്റി പ്രഭു? ഋഷി, നമ്മുടെ പുത്രി കണ്ണു തുറക്കുന്നില്ല, അങ്ങ് എന്തെങ്കിലും ചെയ്താലും എന്ന് പറഞ്ഞ് മുഴുമിക്കുന്നതിന് മുന്നേ ഋഷി കുമാരൻ അരികിലേക്ക് ഓടിയെത്തി. അവൻ പെട്ടെന്ന് അവളുടെ നാടിമിടിപ്പ് പരിശോധിച്ചു. പ്രഭു, വൈദ്യന് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ നമുക്കൊന്ന് മാറി നിന്നാൽ. അതേ പ്രഭു, നമുക്ക് പുറത്തിറങ്ങാം. തോഴിയടക്കം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. കുമാരി, എന്തു നിനക്ക് എന്താ പറ്റിയോ? എല്ലാരും പോയോ? കുമാരി കുഴപ്പമൊന്നുമില്ലേ? കുഴപ്പമുണ്ട്, ഇല്ലെന്നാരും പറഞ്ഞു. ഈ തിരുമുഖം കണ്ടിട്ട് എത്ര നാളായി അറിയാം. അതുകൊണ്ട് ഞാൻ ഇറക്കിയ വിദ്യയാണെങ്കിൽ ഈ കോന്ന വൈദ്യനെ അടുത്തിറക്കിട്ടെ. എന്നാലും ഞാനൊരു നിമിഷം ഭയന്നുപോയി. എന്തിനാ? കുമാരി വീണ്ടും പഴയതുപോലെ വേഗത്തിലാണ്ടുപോയോ? എനിക്ക് കാണേണ്ട ആളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെ മയങ്ങി വീണെന്നൊക്കെ ഇരിക്കും. കൊള്ളാം അഭ്യാസം. അപ്പോ ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയാലോ? കൊല്ലിഞ്ഞ ഓ, അപ്പൊ പിന്നെ ഒരിക്കലും കാണണ്ടല്ലോ. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയാൽ പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു വരുന്നെങ്കിലും പ്രതീക്ഷിക്കാം. പക്ഷേ ലോകം വിട്ടുപോയാൽ? അരുത്, അങ്ങനെ മാത്രം പറയരുത്. ഋഷി ഈ നാട് വിട്ടുപോയാലും ലോകം വിട്ടുപോയാലും കൂടെ ഈ ഇന്ദുലേക്ക് കാണും. ഈ നാടോട് എവിടെ ഓരോടിയാലും കൂടെ എന്നെയും കൂടെ കൂട്ടേക്കണം. സ്വന്തം ആത്മാവിനെ കൂടെ കൂട്ടാൻ ആരെങ്കിലും പറഞ്ഞു തരണോ? എന്തോ വിഷ്ണു, എന്താച്ചാ? എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? നിന്നോട് ആ വൈദ്യനെ കൺകാണിക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായിരുന്നു? നിന്നോട് ആ വൈദ്യനെ കൺകാണിക്കാൻ പറഞ്ഞത് നീയും കുമാരനും തമ്മിൽ അടുക്കാനായിരുന്നു. ഇത്ര നാളും കുമാരിയുമായി ഇടപെട്ടിട്ട് കുമാരിയുടെ മനസ്സിൽ എന്തെങ്കിലും സ്ഥാനം ഉണ്ടാക്കാൻ നിനക്ക് കഴിഞ്ഞു. എന്ത് സ്ഥാനം? കുമാരിയുടെ നല്ലൊരു സുഹൃത്ത്. ശുംഭൻ. നിനക്ക് അതിന് മാത്രമേ കഴിവുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? നാളേക്കുള്ള ഒരു രാജാവിനെയാണ് ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുമാരിയുമായി ഇടപഴകി കുമാരിയുടെ മനസ്സ് കയറിപ്പറ്റാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇത്ര നാളും കഴിഞ്ഞത് പോട്ടെ. ഇനി നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും, നീ ചെയ്യും. എന്ത്? കുമാരി എൻ്റെ വരുതിയിലാക്കണമെന്നാണോ? അല്ല, ആ നാടോടി ചെക്കനെ നിലയ്ക്ക് നിർത്തണം. അവൻ നിന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നത് പോലെയുണ്ട്. അതുകൊണ്ട് അവന് നിന്നിൽ നിന്നും ഇന്ദുലേഖയിൽ നിന്നും ഒരല്പം അകലം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇന്ദുലേഖയുമായി അടുക്കാൻ അനുവദിക്കരുതെന്നു പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ഈ നാടിൻ്റെ വിശ്വസ്തനായ മന്ത്രിക്ക് ഇങ്ങനെയൊരു മുഖം കൂടിയുണ്ടെന്ന് മനസ്സിലായി. എൻ്റെ അച്ഛൻ വലിയ അഭിമാനിയാണെന്നാണ് കരുതിയത്. പുറമേ രാജാവിനോട് കൂറ് കാണിച്ചിട്ട് രാജാവിൻ്റെ ആ രാജപദവിയിൽ തന്നെ അച്ഛനെ കണ്ണുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഈ രാജ്യത്തിൻ്റെ രാജകുമാരിയിൽ നിന്ന് ഇവിടുത്തെ നാടോടി ചെക്കൻ അകറ്റാൻ ശ്രമിച്ചില്ലെങ്കിലും ഇവിടുത്തെ രാജാവിൽ നിന്ന് ചതിയനായ മന്ത്രി അകറ്റില്ലെങ്കിലും ഞാൻ ശ്രമിക്കും. എനിക്കിവിടുത്തെ രാജാവ് ആകണ്ട, മന്ത്രികുമാരനായിരിക്കണമെന്ന് ആഗ്രഹവുമില്ല. വിഷ്ണു, വിടുവായത്തം വിളിച്ച് പറയരുത്. എൻ്റെ എത്ര നാളത്തെ ആഗ്രഹത്തെയാണ് നീ ഒരു നിമിഷം കൊണ്ട് വേണ്ട എന്ന് വെച്ചെന്ന് നിനക്കറിയാമോ? ഒരു രാജ്യത്തിൻ്റെ രാജാവായിരിക്കും എന്നുള്ളത് അത്ര ചെറിയ കാര്യമേ നിനക്ക് തോന്നിയോ? നീ എന്താ കരുതിയത്? നിന്റെ അച്ഛൻ ഈ സാമ്രാജ്യം കണ്ട് കൊതിച്ചിട്ടാണ് ഇങ്ങനെയൊരു ആഗ്രഹം പറഞ്ഞതെന്നാണോ? അല്ല, ഞാൻ ഈ നാടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. അല്ലെങ്കിൽ തന്നെ നീ തന്നെ ആലോചിച്ച് നോക്ക്. ഇത്ര നാളും ഈ നാടും നാട്ടുകാരെയും കണ്ടറിഞ്ഞ് സ്നേഹിച്ചത് നമ്മളാണ്. നമുക്കിവിടുത്തെ പ്രജകളെ എല്ലാവരെയും നമ്മുടെ സഹോദരങ്ങളെ പോലെ അറിയാം. എന്നാൽ നാളെ ഈ നാട് കൈയാളാൻ പോകുന്നതും എവിടെ നിന്നോ വന്നു കയറിയൊരു നാടോടി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ രാജകുമാരൻ. ഈ നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും യാതൊരു അറിവുമില്ലാത്ത ഒരുവൻ. അവനെ എത്ര കണ്ട് ഈ നാടിനെ സ്നേഹിക്കും? അതിനേക്കാൾ ഈ നാടിൻ്റെ തുടിപ്പ് പോലെ അറിയാവുന്ന ഇവിടെ ജനിച്ചു വളർന്ന ഒരുവനായാൽ അത് ഈ നാടിന് തന്നെ ഗുണം ചെയ്യും. വിദ്യാസമ്പന്നൻ, ആയോധനകലയിൽ പേര് കേട്ട ഒരുവൻ, ഈ രാജ്യത്തിൻ്റെ വിശ്വസ്തനായ മന്ത്രിയുടെ പുത്രൻ. വിഷ്ണു, എന്തുകൊണ്ട് നീ തന്നെയാണ് യോഗ്യൻ. അതിനാണ് ഈ അച്ഛൻ പറയുന്നത്. ഈ നാട് തെറ്റായ കരങ്ങളിൽ എത്താതിരിക്കാനാണ് പറയുന്നത്. ഇന്ദുലേഖയെ നീ വരിക്കണം. ഇന്ദുലേഖ സ്വയംവരം ചെയ്യേണ്ടത് നിന്നെയാണ്. അതിനുവേണ്ടി നീ അശ്രാന്തം പരിശ്രമിക്കണം. നടക്കൂ.
വിഷ്ണു ഒന്നും മിണ്ടാതെ അച്ഛനെ തന്നെ നോക്കി നിന്നു. പിന്നെ ഒന്നും മിണ്ടാതെ അവൻ അവിടെ ഒന്ന് പോകാനായി ഒരുങ്ങി. വിഷ്ണു, ഞാൻ ചോദിച്ചതിന് മറുപടി തന്നില്ല. ആ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല. മകനെ വരുതിയിലാക്കാൻ ശ്രമിച്ച മന്ത്രി അതിൽ പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കി തൻ്റെ നീക്കം മറ്റൊരാളിലേക്ക് മാറ്റി. ഋഷിയെ ഇന്ദുലേഖയിൽ നിന്നല്ല, ഈ കൊട്ടാരത്തിൽ നിന്ന് തന്നെ അകറ്റണമെന്ന മാർഗവുമായി അയാൾ രാജാവിനെ സമീപിച്ചു. പ്രഭു, എന്താണ് മന്ത്രി? എന്താണ് എനിക്കൊരു വല്ലായ്മ? ഇല്ല പ്രഭു, ഒന്നുമില്ല. അല്ല, വിഷമിക്കാതെ പറഞ്ഞോളൂ. എന്താ മന്ത്രിക്ക് പറയാനുള്ളത്? പ്രഭു, ഞാൻ പറയുന്നത് കേട്ട് ഒരിക്കലും അങ്ങ് എന്നോട് ദേഷ്യപ്പെടരുത്. ഇല്ല മന്ത്രി, ധൈര്യമായി പറഞ്ഞോളൂ. മറ്റൊന്നും അല്ല പ്രഭു, നമ്മുടെ വൈദ്യനെ കുറിച്ച് പറയാനായിരുന്നു. വൈദ്യനോ? അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വൈദ്യനല്ല, വൈദ്യൻ്റെ പുത്രൻ ഋഷിദേവനെ കുറിച്ച്. ഋഷിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രഭു, ഋഷിയിൽ നാം ഇപ്പോൾ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ 17 വയസ്സുകാരൻ ഋഷിദേവല്ല ഇപ്പോൾ ഉള്ളത്. എന്താണ് മന്ത്രി? വളച്ചിട്ടുള്ളത് കാര്യം പറയൂ. പ്രഭു, ഋഷിയുടെ നമ്മുടെ കുമാരിയോടുള്ള സമീപനം അത്ര ശരിയല്ല. എന്താണ് മന്ത്രി ഉദ്ദേശിക്കുന്നത്? ഞാനായിട്ടൊന്നും പറയുന്നില്ല പ്രഭു. അങ്ങ് തന്നെ നമ്മുടെ ഋഷിയെയും കുമാരിയെയും വീക്ഷിച്ച് പറഞ്ഞാൽ മതി. അവരുടെ അടുപ്പം കൊട്ടാരത്തിൻ്റെ അഭിമാനത്തിന് കളങ്കം വരുത്തും. മന്ത്രി, ഇതെന്താണ് ഈ പറയുന്നത്? അവർ തമ്മിൽ അങ്ങനെ കൊട്ടാരത്തിന് കളങ്കം വരുത്തുന്നത് ഒന്നും തന്നെയില്ല. അവരെ രണ്ടുപേരെ നമുക്കറിയാവുന്നതല്ലേ, നമ്മുടെ പ്രജകൾക്കും അറിയാം. മന്ത്രി ആകുലപ്പെടുന്നത് പോലെ ഒന്നും തന്നെയില്ല. മന്ത്രി ഭയപ്പെടാതിരിക്കൂ. അല്ല പ്രഭു, നമ്മുടെ പ്രജകൾക്കിടയിൽ തന്നെ ഒരു അഭ്യൂഹം ഉടലെടുത്തിട്ടുണ്ട്. നാം അത് വിശ്വസിക്കില്ല. മന്ത്രി വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അല്ലേലും കുമാരിക്ക് വിഷ്ണുവിനോടല്ലേ ഋഷിയേക്കാൾ അടുപ്പം. അത്രയേ ഉള്ളൂ. ഇന്ദു വിഷ്ണുവിനെ കാണുന്നത് പോലെ തന്നെയാണ് ഋഷിയെയും കാണുന്നത്. അവരിരുവരും അവളുടെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരെക്കുറിച്ച് അറിയാത്തവരായിരിക്കാം അഭ്യൂഹം വരുത്തുന്നത്. അതിന് മന്ത്രി ചെവി കൊടുക്കണ്ട. വിട്ടേക്കും മന്ത്രി. അങ്ങനെ ആ വഴിയും മന്ത്രിക്ക് മുൻപിൽ അടഞ്ഞു. രാജാവും വിഷ്ണുവിനെ ഇന്ദുവിൻ്റെ വെറുമൊരു സുഹൃത്തായി മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ എന്ന സത്യവും അതോടുകൂടി മന്ത്രി മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരാലോചനയിൽ മന്ത്രി ഒരു നിമിഷം നിന്നു. പക്ഷേ ഇതെല്ലാം മറ്റൊരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ കൊട്ടാരത്തിൽ മുമ്പ് നിയുക്തനായിരുന്ന കൊട്ടാരം വൈദ്യൻ ഋഷിദേവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവ് വസിഷ്ഠൻ്റെയും കടന്നുവരവോടെ പ്രഭാവം നഷ്ടപ്പെട്ടു പോയ ഒരാളായിരുന്നു ചിത്തരഞ്ജൻ, മുൻ കൊട്ടാരം വൈദ്യൻ. അയാൾക്ക് ഇവരുടെ കടന്നുവരവ് അത്ര ദഹിച്ചിരുന്നില്ല. അത് മന്ത്രിക്കും അറിയാവുന്നതാണ്. ആ ദഹനക്കേടിനെ മുതലെടുക്കാൻ തന്നെ മന്ത്രി തീരുമാനിച്ചു. മന്ത്രി ആരുടെ കാര്യമായിരുന്നു രാജാവിന് മുന്നിൽ അവതരിപ്പിച്ചത്? കൊട്ടാരം വൈദ്യന് അതറിയാൻ ആകാംക്ഷ ഉണ്ടോ? തീർച്ചയായും എനിക്കറിയാം. വൈദ്യശ്രേഷ്ഠന് തലയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന തിരുവെളിച്ചം ഇല്ലാതാകാൻ കാരണക്കാരായവരെക്കുറിച്ച് തന്നെയാണ് ഞാൻ അവതരിപ്പിച്ചത്. രാജാവിൻ്റെ എല്ലാമായിരുന്ന വൈദ്യന് പിന്നീട് ആ രാജാവിന് തന്നെ വേണ്ടാതായി. മന്ത്രിക്ക് ശവത്തിൽ കുത്തുന്നതിൽ ഒരു രസം തോന്നുന്നുണ്ടല്ലേ? രസമുണ്ടായിട്ടല്ല, ഒന്ന് ഓർമ്മപ്പെടുത്തിയതാ. വൈദ്യനിപ്പോൾ ഈ കൊട്ടാരത്തിൽ വിലയില്ലാതാവാനുള്ള കാരണക്കാർ ആരാണെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തിയത്. ആട്ടെ, വൈദ്യനിപ്പോൾ ഈ കൊട്ടാരത്തിൽ എന്താ പണി? എൻ്റെ പണി എന്താണെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. മന്ത്രിയുടെ പണി അങ്ങോട്ട് ഏൽക്കുന്നുണ്ടോ? അതോ നാളെ നാടോടിക്ക് മുന്നിൽ മന്ത്രിയെ സേവ ചെയ്യേണ്ടി വരുമോ? അതിനുള്ള സാഹചര്യം ഞാൻ വരുത്തില്ല. അതിനു മുന്നേ ഞാൻ എന്തെങ്കിലും ചെയ്യും. നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേണം. കാരണം കുമാരിയും നാടോടിയും തമ്മിലുള്ള ബന്ധം ഈ കൊട്ടാരത്തിൽ പരസ്യമായ രഹസ്യമാണ്. അത് നിങ്ങൾക്ക് പോലും മനസ്സിലായി. എന്നിട്ടും ഈ രാജാവിന് മാത്രം എന്താ മനസ്സിലാകാത്തത്? മന്ത്രി, ഒരുപക്ഷെ മനസ്സിലായിട്ടും മനസ്സിലാവാത്തതുപോലെ നടിക്കുകയാണെങ്കിലോ? എന്ന് വെച്ചാൽ രാജാവിനും ആ ബന്ധത്തിൽ എതിർപ്പില്ലെങ്കിലോ? കുമാരിയുടെ ആഗ്രഹങ്ങളെ കണ്ണും പൂട്ടി അംഗീകരിക്കുന്ന രാജാവ് കുമാരിയുടെ ഈ ആഗ്രഹത്തെ തടയുമെന്ന് തോന്നുന്നുണ്ടോ? മാത്രമല്ല, രാജാവിന് ഋഷിയോടൊരു കൂറുണ്ട് താനും. അപ്പോൾ ഒരു നാടോടിയാണെന്ന് പോലും നോക്കാതെ കുമാരിയെ ഋഷിയെ സ്വയംവരം ചെയ്യാൻ അനുവദിക്കുമെന്നാണോ? നിസ്സംശയം പറയാം. അത് തടയാൻ എന്താണ് മാർഗം? അത് മന്ത്രി തന്നെ കണ്ടെത്തണം. പക്ഷേ കണ്ടെത്തുമ്പോൾ അത് ഋഷിയെ മാത്രമല്ല, അവൻ്റെ അച്ഛനെയും കൂടി തുരത്താനുള്ള വഴിയായിരിക്കണം. നമ്മുടെ കയ്യിലൊരു പദ്ധതിയുണ്ട്. പക്ഷേ അതിന് വൈദ്യൻ്റെയും കൂടി സഹായം വേണം.
എൻ്റെ സഹായം തീർച്ചയായും ഉണ്ടാകും. എന്താണ് മന്ത്രിയുടെ പദ്ധതി? പറയാം. ഋഷിയുടെ പിതാവ് എപ്പോൾ വരും? നാളെ വരും. വരട്ടെ.